ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ ക്ലോക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്ലോക്കിന്റെ സ്ഥാനം ഒന്ന് മാറ്റി വെച്ച് നോക്കുക. നമുക്കറിയാമല്ലോ എന്തു സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഇപ്പം ക്ലോക്കിന്റെ സ്ഥാനം മാറ്റിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അപ്പം ചിലർക്കെങ്കിലും അനുഭവം കാണും, നമ്മുടെ വീട്ടിലെ ചില വസ്തുക്കൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ ചിലപ്പോൾ നമ്മൾ മാറ്റി നോക്കാറുണ്ട്. അവിടെ ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ചില ഭാഗത്ത് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന അത്ര ഒരു ശരിയല്ല, ചിലപ്പോൾ മാറ്റി നോക്കാറുണ്ട്. അങ്ങനെ മാറ്റി നോക്കുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടായിരിക്കും. അപ്പം അതിൽ ചില കാര്യങ്ങളുണ്ട്. അതായത് ഓരോ വസ്തുക്കൾക്കും വീട്ടിൽ ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ തരുന്നത്. ആ സ്ഥാനം മാറിയിരിക്കുമ്പോൾ നമുക്കും പല കാര്യങ്ങളിൽ ഒരു മാനസികമായ ഒരു ടെൻഷൻ, പിരിമുറുക്കം, അതിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളിലും തടസ്സം, നമ്മൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ അല്ലെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതെനിക്ക് അനുഭവമുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ക്ലോക്കിന്റെ പൊസിഷൻ. രണ്ട്, ഈ നമ്മൾ വീട്ടിൽ പണം സൂക്ഷിക്കുക അല്ലെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് ഒരു പ്രത്യേക ഭാഗത്ത് സൂക്ഷിച്ചാൽ അത് അനുഭവമാണ്. മൂന്ന്, വീട്ടിലേക്ക് വാങ്ങുന്ന അരി സാധനങ്ങൾ അതൊക്കെ ഒരു പ്രത്യേക ഭാഗത്ത് സൂക്ഷിച്ചാലും വർദ്ധിച്ചു വരും. ഇത് മൂന്നും അനുഭവമുള്ള കാര്യമാണ്. ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിരവധി ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം 1 കിലോ അരി പോലും മേടിക്കാൻ ബുദ്ധിമുട്ടിയവര് ഞാൻ ആ പറഞ്ഞ പൊസിഷനിൽ അരിയൊക്കെ വാങ്ങി വച്ചു കഴിഞ്ഞു. അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല മാറ്റവും ഒരിക്കലും പിന്നെ ഓരോ അരച്ചാക്ക് അരിയൊക്കെയാണ് ഇപ്പം വാങ്ങിച്ചു വെക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ക്ലോക്കിന്റെ ഒരു സ്ഥാനം മാറ്റി നോക്കിയാൽ പുതിയ ചില തൊഴിലവസരങ്ങൾ നമ്മളെ തേടി വരും, അല്ലെ പുതിയ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ തൊഴിൽ മാറ്റം ഉണ്ടായവരുണ്ട്, സാമ്പത്തികം മാറിയവരുണ്ട്. പിന്നെ പണം സൂക്ഷിക്കുന്നത്, ഒരു 10 രൂപ അക്കൗണ്ടിൽ എടുക്കാനില്ലാത്തവര് ഈ പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന ഒരു പൊസിഷനിൽ അലമാരയിൽ പണം ഒരു പറയുന്ന രീതിയിൽ സൂക്ഷിച്ചു, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ച് സാമ്പത്തിക ഉന്നതി ഉണ്ടായവരുണ്ട്. അനുഭവത്തിലാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം ഫലവത്താകണമെങ്കിൽ നമ്മൾക്കൊരു ഈശ്വരാധീനത്തോടു കൂടി നമ്മൾ കൂടെ പ്രവർത്തിക്കണം എന്നതുകൂടി മനസ്സിലാക്കണം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഏതായാലും നല്ല കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് മെസ്സേജ് ഇടുക. പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. നിങ്ങളിപ്പം ആവശ്യമുള്ളവർ ഇടുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം നിരവധി മെസ്സേജുകളാണ് വരുന്നത്. ഇപ്പം എല്ലാവർക്കും സ്വാഭാവികമല്ല, എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തതിൻ്റെയും കാര്യം. നേരിട്ട് കൺസൾട്ടിങ്ങും ഇല്ലാതെ അപ്പോൾ വാട്സപ്പ് ഇടുക. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. താല്പര്യമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ ഏതൊരാൾക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യം പറയത്തുള്ളൂ. നല്ല പ്രാർത്ഥനകളെ പറയത്തുള്ളൂ. പിന്നെ നമ്മളൂടെ പ്രയത്നിക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പം ഈശ്വരാധീനം, ദൈവാധീനം, നമ്മളുടെ ബുദ്ധി തെളിഞ്ഞു വരിക, ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെയും കൂടെ ഒരു താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. ഭാഗ്യം വന്നാൽ മാത്രം പോരാ, നമ്മളുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണ ഫലം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ക്ലോക്കിന്റെ സ്ഥാനത്തെക്കുറിച്ച് പറയാം. അപ്പം ക്ലോക്കിന്റെ സ്ഥാനം വീട്ടില് വടക്കോ കിഴക്കോ പടിഞ്ഞാറോ, വടക്കോ കിഴക്കോ ആണ് പ്രധാനം. വാസ്തുപ്രകാരം നല്ലതാണ്. ഇനി പടിഞ്ഞാറാണെങ്കിൽ പോലും അത് കുഴപ്പമില്ല, വടക്കും കിഴക്കും പറ്റിയില്ലേ പടിഞ്ഞാറ് വെക്കാം എന്നൊക്കെയാണ് വാസ്തു ഇത് പ്രകാരം പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്ന അതല്ല. ഞാൻ പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. വീടിന്റെ പ്രധാന ഹാളിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് നോക്കി വെക്കണം ക്ലോക്ക്. അവിടെ ആ പടിഞ്ഞാറേ ഭിത്തിയുടെ താഴെ കഴിവതും വാതിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പം വാതിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വാതിലിൻ്റെ അവിടെ നിന്ന് മാറ്റി ആ മൂലയിൽ തന്നെ, ഈ വാതിൽ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാതിൽ ഉള്ളിടത്തും
പുതിയ പുതിയ തൊഴിലവസരങ്ങളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രധാന ഹാളിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് നോക്കി ക്ലോക്ക് വയ്ക്കുക. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇന്ന് ചെയ്താൽ നാളെ ഫലം ഉണ്ടാവുമെന്നല്ല. അതായത് ഓരോ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്ത് അന്നത്തെ അല്ലെ ഒരു മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ജീവിച്ച ആളുകൾ സ്വന്തമായിട്ട് പ്രസ്ഥാനം തുടങ്ങി വിജയിച്ചവരുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞ് ഈ ക്ലോക്കിൻ്റെ പൊസിഷൻ മാറ്റി. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇന്ന് മാറ്റിയാൽ നാളെ ഫലം കിട്ടുമെന്നല്ല. പക്ഷെ അത് ആ ഭാഗ്യം നമ്മൾക്കത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ വർക്കൗട്ട് ആകും. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൂടെ പ്രയോജനപ്പെടുത്തണം, നമ്മളിവിടെ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പം അങ്ങനെ ജീവിതം മാറിയവരുണ്ട്. പുതിയ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ ഉണ്ടായവരുണ്ട്. തൊഴിൽ തന്നെ ആണെങ്കിലും പുതിയ സാധ്യതകളെ കണ്ടുപിടിച്ച് അത് പണമാക്കിയവരുണ്ട്. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ ഇതിലെല്ലാത്തിനും ചില കാര്യങ്ങളുണ്ട്. കാര്യമുള്ള കാര്യവുമുണ്ട്, അല്ലാത്ത കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലോക്കിൻ്റെ പൊസിഷൻ്റെ കാര്യം. അപ്പം ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ, ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തന്നെ. ഇനി രണ്ടാമത്തെ കാര്യം, പണം വയ്ക്കുന്ന കാര്യം. ഈ പണം വയ്ക്കുന്ന കാര്യം ഞാൻ അനുഭവം പറഞ്ഞായിരുന്നു കേട്ടോ. 10 രൂപ വണ്ടിക്കൂലിക്ക് എടുക്കാനില്ലാത്തവരെ, അതായത് നിങ്ങൾ ഏത് മുറിയും ആയിക്കോട്ടെ, ഏത് ഹാളും ആയിക്കോട്ടെ, നിങ്ങൾ അലമാരി വെക്കുന്ന ഏതെങ്കിലും ഒരു മുറിയുടെ ഹാളിൻ്റെ എവിടെ ആണെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഹാളോ മുറി ആയിരിക്കുമല്ലോ, അവിടെ അതിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല എടുക്കുക. ആ മൂലയിൽ പടിഞ്ഞാറേ ഭാഗത്ത് കിഴക്കോട്ട് നോക്കി അലമാരി വെക്കുക. അതിൻ്റെ അകത്ത് ഒന്നുകിൽ പച്ച പ്ലാസ്റ്റിക് കൂടിനകത്ത് പച്ച നിറമുള്ള, അല്ലെങ്കിൽ പച്ച പട്ടിനകത്ത്, അല്ലെങ്കിൽ പച്ച കോട്ടൺ തുണി മേടിച്ച് ഒരു സഞ്ചി തയ്ച്ച് അതിൻ്റെ അകത്ത് പണം വയ്ക്കാം, ബാങ്ക് പാസ്ബുക്ക് വെക്കാം, പിന്നെ നിങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെക്കാം. എന്നിട്ട് ആ ട്രോ അടച്ച് പൂട്ടി താക്കോല് നിങ്ങളുടെ ഇരിക്കണം. അത് എപ്പോഴും തുറന്ന് നോക്കരുത്. ആവശ്യമുള്ള പണം എടുക്കാം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. ഇന്ന് ചെയ്താൽ നാളെ മാറ്റം ഉണ്ടാകുമെന്നോ, ഇന്ന് ചെയ്താൽ നാളെ വലിയ സമ്പന്നനാകുമെന്നല്ല. ഒരു 10 രൂപ പോലും തികച്ചില്ലാത്തവർ ഈ വിധം അവർക്ക് സാമ്പത്തികം ഉള്ള പോലെ വെച്ച്, ഇപ്പം ചില ചെട്ടിയൊക്കെ പിടിക്കുമല്ലോ, ആ കിട്ടുന്ന തുക ബാങ്കിൽ ഫിക്സഡ് ഇട്ട് ആ ഡെപ്പോസിറ്റിൻ്റെ ആ സ്ലിപ്പ് ഇങ്ങനെ വെച്ച് ഒരു 2 ലക്ഷം എന്നുള്ളത് 18 ലക്ഷം അല്ലെ 10 ലക്ഷം വരെ ഡെപ്പോസിറ്റ് അവർ പലപ്പോഴായിട്ട് ചുറ്റിപ്പിടിച്ച് വർദ്ധിക്കാൻ അവർക്ക് വരുമാനം വർദ്ധിച്ച അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്ത് പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ഞാൻ ശരിയെന്ന് തോന്നുന്നു, ഞാനൊരു ഈശ്വരനെ വിശ്വസിച്ച് ആ സത്യജ്ഞാനമെല്ലാം പറഞ്ഞു തരുന്നത് ആ ഒരു രീതിയിൽ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയുന്ന ആളല്ല. കാരണം അങ്ങനെ ആണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്കറിയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അനുഭവമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇഷ്ടമുള്ളവർ ചെയ്യും, അല്ലാത്തവർ ചെയ്യണ്ട, അല്ലാത്തവർ വഴിക്ക് പോട്ടെ. എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീഡിയോ എല്ലാ പൊസിഷനിലുള്ള ആളുകളും കാണുന്നുണ്ട്, പലരും വിളിച്ച് അഭിപ്രായം പറയാറുണ്ട്, പലർക്കും പല മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്, പല ഉയർച്ചകളും ഉണ്ടാകാറുണ്ട്. ഇതിലെ കാണുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല പറയുന്നത്. നന്മയുള്ള കാര്യങ്ങളാണ്, ഈശ്വരനെ ദൈവികമായ അറിവുകളാണ്. അപ്പം ഇത് നിങ്ങളും ചെയ്ത് നോക്കുക. ഇനിയും ഈ അരി ഒക്കെ നമ്മൾ മേടിക്കുമല്ലോ വീട്ടിലേക്കുള്ള, അത് നിങ്ങൾ ഏത് ഹാളിൻ്റെ ആയിക്കോട്ടെ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു അരിപ്പെട്ടി വാങ്ങി ആ അരിപ്പെട്ടിക്കകത്ത് പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് നോക്കി വെക്കുക. ഇതിൻ്റെ അകത്ത് അരിപ്പെട്ടിക്കകത്ത് അരി നിങ്ങൾ ഇപ്പം 1 കിലോ തികച്ച് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇന്ന് അരച്ചാക്കരി 1 ചാക്കരി മേടിച്ച് വെക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു ചെയ്തു. അപ്പം ആദ്യം പലർക്കും തോന്നും ഇതൊക്കെ എങ്ങനെയാണ്. ചില പൊസിഷനുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഒരു റൂമിലിരിക്കുന്നു, നിങ്ങളുടെ മേശയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ചില കാര്യങ്ങളുണ്ട്. ആ വസ്തുക്കൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പം തോന്നും ഇതൊന്ന് പൊസിഷൻ ഒന്ന് മാറ്റി വെച്ച് നോക്കിയായിരുന്നു. അങ്ങനെ ചില പൊസിഷൻ മാറ്റി വെച്ച് നോക്കുമ്പം തന്നെ നമുക്ക് തന്നെ ചില അനുഭവങ്ങൾ ഉണ്ടാകും. ഓരോന്നിനും ഇരിക്കേണ്ട ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അത് നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നതെന്നുള്ളതാണ്. ഇനിയും നിങ്ങൾക്കൊരു പൂജാമുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂജാമുറിയിൽ ഈ ഒരു കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. മുഖം നോക്കുന്ന മെർക്കുറി ഉള്ളൊരു കണ്ണാടി, അത് കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനടുത്തായിട്ട് വെക്കണം. ഞാൻ ചിലർ ചെയ്യുന്നതിനാണെന്നറിയോ, കൃഷ്ണന്റെ ഫോട്ടോ ഇപ്പം ഇങ്ങനെ ഒരു ഫോട്ടോ ആണെന്ന് വിചാരിച്ചു, അതിന് പുറകെ കൊട്ട കണ്ണാടി വെക്കും. അങ്ങനെ വെക്കരുത്. കൃഷ്ണന്റെ ഫോട്ടോയുടെ താഴെയായിട്ട്
ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഫോട്ടോ ഒന്നും ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. ഇപ്പൊ ഇത് കൃഷ്ണന്റെ ഒരു ഫോട്ടോ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ അടുത്തോ വലത് സൈഡോ ഇടത് സൈഡോ വെക്കാം. അല്ലാതെ ഈ ഫോട്ടോയുടെ പുറകെ കണ്ണാടി കൊണ്ട് വയ്ക്കരുത്. പലരും പല രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം അങ്ങനെ കൃഷ്ണന്റെ ഫോട്ടോയുടെ അടുത്ത് കണ്ണാടി വെക്കുക. അതിൽ ഏറ്റവും നല്ലത് ഫോട്ടോയുടെ വലത് സൈഡിൽ വെക്കുന്നതാണ് നല്ലത്. ഫോട്ടോയുടെ വലത് സൈഡിൽ വെക്കുമ്പോൾ നമ്മുടെ എവിടെയായിട്ടാണ് കാണുന്നത്? നമ്മുടെ ഇടത് സൈഡിലായിട്ടാണ്. നമ്മുടെ ഇടത് സൈഡ് എന്ന് പറയുന്നത് ഇടത് കല, അതായത് വികാരങ്ങൾ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ്. വലത് സൈഡ് എന്ന് പറഞ്ഞാൽ വലത് കല, അത് ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങളാണ്. നമുക്കൊരാളെ വശമാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ നമ്മളുടെ ഇടത് ഭാഗത്ത് ആ വ്യക്തിയെ നിർത്തി സംസാരിച്ചാൽ അത് പക്ഷെ നമുക്ക് അതിലൊരു ഇതുകൂടെ വേണം. നമ്മുടെ മനസ്സിന് അതൊരു ഉപാസനാ ബലം കൂടെ വേണം. ആൾ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുമെന്നാണ്. ഇത് ശരണോൽ വിദ്യയിലെ ചില കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളിപ്പോൾ അതൊന്നും മനസ്സിലാക്കണ്ട. അപ്പോൾ ഇപ്പം കൃഷ്ണന്റെ ഫോട്ടോ ആയിക്കണം, അതിന്റെ ഇടത് സൈഡിൽ വേണം കണ്ണാടി വെക്കാൻ. നിങ്ങൾ നോക്കും അതിന്റെ വലത് സൈഡിൽ വെക്കണോ? നിങ്ങൾ നോക്കുമ്പോൾ ഇടത് സൈഡിലാണ്, നിങ്ങളുടെ ഇടതായിട്ട് വരും. ഫോട്ടോയുടെ വലത് സൈഡിൽ വെക്കണം, അപ്പം നിങ്ങളുടെ ഇടതായിട്ട് വരും. അങ്ങനെ കണ്ണാടി വെച്ച് നോക്കുക, നല്ല മാറ്റം വരും. അപ്പൊ ഈ പൂജാമുറി കണ്ണാടി വെച്ചാലുള്ള ഗുണം എന്നാണെന്നറിയോ? നമ്മളിപ്പം പൂജാമുറിയിലോട്ട് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ലോണിന്റെ കാര്യങ്ങൾ കാണും, പല ചിന്തകൾ കാണും. അല്ല അയൽവക്കത്തെ ഒരുത്തൻ വേറെ ആളുടെ കൂടെ പോയി, അല്ല അയൽവക്കത്തെ കൊച്ചു വേറെ ഒരുത്തൻ്റെ കൂടെ പോയി. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നതും പല ചിന്തകളും കാണും, പല ടെൻഷനും കാണും. എന്തും ആയിക്കോട്ടെ, നമ്മുടെ കാര്യമല്ല മറ്റുള്ളവരുടെ കാര്യവും. ഇതൊക്കെ ആളുകൾക്ക് എന്നാലും ഒരു കാര്യം വേണമല്ലോ, ടെൻഷൻ കാണും. അല്ലെ നമ്മുടെ തന്നെ ആയിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പറ്റുന്ന കുഴപ്പമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൂജാമുറിയിലോട്ട് കയറുമ്പോഴേ നമ്മുടെ മനസ്സ് അങ്ങോട്ട് ഒരു നല്ല രീതിയിൽ ആ മനസ്സങ്ങോട്ട് ഒരു ശുദ്ധമാകത്തില്ല. അതിന് ഇപ്പോൾ ഒരു കണ്ണാടി നോക്കുകയാണെങ്കിൽ, കണ്ണാടി എന്ന് പറഞ്ഞാൽ മുഖം നോക്കുന്ന കണ്ണാടി, അത് ബ്ലാങ്കാണ്. അപ്പം ജസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ബ്ലാങ്ക്നെസ്, ശൂന്യത അനുഭവപ്പെടും. അതാണ് അതിൻ്റെ രഹസ്യം, അത് വേറൊന്നുമല്ല. പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഹാളില് പ്രധാന വാതിലിന് മുകളിലായിട്ടും കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. അത് ചതുരാകൃതിയുള്ള കണ്ണാടി ആയിരിക്കണം, മുഖം നോക്കുന്ന കണ്ണാടി ആയിരിക്കണം. അതിൻ്റെ രഹസ്യം ഇതാ. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ചില പുള്ളികളുണ്ട്, അവര് ഒന്ന് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ മതി, അത് തന്നെ ഇരിപ്പതാണ്. ഈ കണ്ണും ദോഷം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഉള്ളതൊക്കെ തന്നെയാണ്. അത് ചിലർ പറഞ്ഞ ചില കാര്യങ്ങൾ ഫലിക്കും എന്ന് കരുതി എല്ലാവരും പറഞ്ഞ ആ കാര്യം ഫലിക്കണമെന്നില്ല. നമ്മുടെ മനസ്സിന് വില ഉണ്ടത് ഫലിക്കണമെന്നില്ല. പക്ഷെ ചിലർ ചിലപ്പം ദുഷ്ടചിന്തയോടെ ആയിരിക്കും വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോഴത്തേനും അവരുടെ ചില നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാം. അപ്പൊ അവർ കയറി വന്ന അവരെ നമ്മുടെ ഹാളിന്റെ പ്രധാന വാതിലിന് മേളിൽ കണ്ണാടി ഇരിക്കുമ്പോൾ, ഇപ്പം എന്നാന്ന് പറഞ്ഞാൽ അറിയാതാണേലും ആ കണ്ണാടിയിലോട്ട് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവന്റെ മനസ്സിൽ ആ നെഗറ്റീവ്, ആ കണ്ണാടി നോക്കുമ്പോൾ മനസ്സ് ബ്ലാങ്ക് ആവും. അപ്പൊ അത് നമ്മളിലേക്ക് ഏക്കത്തില്ല. അതാണ് അതിന്റെ രഹസ്യം. ഇതാണ്, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഗുണം ഉണ്ടാകുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ട് എന്നെങ്കിലും കേട്ട് വിഴുങ്ങിയാൽ അത് ശരിയാകും. നമുക്ക് ശരിയെന്ന് തോന്നുന്നു, നമ്മൾ ചിന്തിക്കണം. നമുക്കൂടെ ശരിയെന്ന് തോന്നിയാൽ മാത്രം അംഗീകരിക്കുക, അല്ലെ തള്ളിക്കളയണം. ആര് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളെക്കാട്ടി വിവരമില്ലാത്ത ഒരാൾ, നിങ്ങളെക്കാട്ടി ബോധമില്ലാത്ത ഒരാൾ നിങ്ങളെ ഉപദേശിച്ചാൽ, അല്ലെ അയാൾ പറയുന്ന കേട്ടാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഒരിക്കലും നമ്മളുടെ ബുദ്ധിക്ക് ചിന്തിക്കണം, ഒരാൾ പറയുന്നതിനകത്ത് ശരിയാണോ എന്ന് ചിന്തിച്ചിട്ടേ അത് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. ആര് പറഞ്ഞാലും നിങ്ങളുടെ ബുദ്ധിയെ എപ്പോഴും വിശ്വസിക്കുക, അത് ശരിയാണോ എന്ന്. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം യുക്തിയുള്ള കാര്യങ്ങളാണ്, പ്രാക്ടിക്കബിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളും അനുഭവങ്ങളാണ് പറഞ്ഞത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവോഹം ശിവോഹം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. കുറെ അറിവ് നേടുന്നതിലോ കുറെ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിലോ ഒന്നുമല്ല കാര്യം. നമുക്ക് വേണ്ട കാര്യം ശരിയായിട്ട് മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും പരാജയപ്പെടുമ്പോഴും നമ്മൾ ധരിക്കുന്നത് എന്താ? എനിക്ക് അതിനുള്ള കഴിവില്ല എന്നാ. ഒരിക്കലും അല്ല. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ. അത് അതായത് നിങ്ങളുടെ പരാജയപ്പെട്ട് നിങ്ങളൊരു കുറവായിട്ട് കാണണ്ട, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കുറവായിട്ട് കണ്ടാൽ മതി. നിങ്ങളുടെ കുറവല്ല, നിങ്ങൾ പ്രവർത്തനത്തിന്റെ കുറവ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ച ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്.
ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം എൻ്റെ ഗുരുനാഥനെ സ്വീകരിച്ചപ്പോൾ എനിക്കത് ഫലമാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. ഞാൻ ആഴത്തിൽ പഠിച്ച് പല കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്കത് പലപ്പോഴും അതുകൊണ്ട് അനുഭവമായത്. അല്ലെ, ശിവരാജയോഗം സ്വീകരിക്കുന്നു. അപ്പൊ അത് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് അത് അനുഭവമാകുന്നത്. നമുക്ക് കിട്ടുന്ന അറിവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഏത് കാര്യത്തിലും വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ പറ്റത്തില്ല. വലിയ വിജയങ്ങളോ വലിയ കാര്യങ്ങളോ നേടുന്നവരെല്ലാം അധികമായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിലും അധികമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചു ചെയ്യുന്നവരാണ് ജീവിതത്തിൽ നേടുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാകാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളി നടക്കുന്നു. ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ആ ക്രിക്കറ്റ് കളിയിൽ ഇപ്പം ഏത് ടീം ആയിക്കോട്ടെ, ഒരു പ്രൊഫഷണൽ ടീം ആയിക്കോട്ടെ, അവർ വിജയം നേടുന്നുണ്ടെങ്കിൽ അവരുടെ എതിർ ടീമിന് അറിയാത്ത ചില കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അവർക്ക് വിജയം വരുന്നത്. അല്ലാതെ എല്ലാ ടീമുകളും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കണമെന്നില്ല. മറ്റുള്ളവർ മനസ്സിലാക്കാത്ത, മറ്റുള്ളവർ ചിന്തിക്കാത്ത ചില സാധ്യതകളെ കൂടെ കണ്ടെത്തുമ്പോഴാണ്, അധികം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യം നേടിയെടുക്കാൻ പറ്റുന്നത്. ഏതൊരു കാര്യം നേടിയെടുക്കുന്നവർ അധികം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അത് നിങ്ങൾ കാണണമെന്നില്ല. അതാണ് ശരിക്കും ഇന്റലിജൻസ്, അതാണ് ദൈവാധീനം. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ട രീതിയിൽ മാത്രമല്ല, കുറച്ചുകൂടി അധികം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ഏത് കാര്യമാണേലും, ഈശ്വരാധീനമാണേലും ദൈവാധീനമാണേലും, നിങ്ങൾ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ വിളിച്ചു നോക്കാൻ ഫലമുണ്ടാകും. നിങ്ങളുടെ തൊഴിലിൽ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിച്ചു നോക്കാൻ ഫലമുണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചു നോക്കാൻ ഫലമുണ്ടാകും. കാരണം കുറച്ചു അധികം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ഏത് കാര്യത്തിലും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പം എനിക്ക് എൻ്റെ അനുഭവങ്ങൾ അടിച്ചാതെ ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഞാൻ ഒരു കഥ പറയുകയോ ഒന്നുമല്ല. ഞാൻ പ്രാക്ടിക്കബിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് സം ട്രിക്സ്, അല്ലെ സം സ്ട്രാറ്റജീസ്, അല്ലെ സം ടെക്നിക്സ്, അല്ലെ സം മെത്തേഡ്സ്, അല്ലെ ചില അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. ഇതിനൊന്നും പുറകെ നടന്നാലും ജീവിതം മാറുന്നില്ല. നോളജ് അല്ല, ജ്ഞാനമാണ് വേണ്ടത്. ചെയ്തുള്ള പരിചയമാണ് വേണ്ടത്. അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് വേണ്ടത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളും ബോധ്യമുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നലെ അസുരഗണക്കാരെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കിയവർക്ക് ഗുണമുണ്ടാകും. മിക്കവാറും എല്ലാ വീട്ടിലും അസുരഗണക്കാർ കാണും. അപ്പോൾ ഈ അസുരഗണത്തിലുള്ളവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ചില പിടിവാശികൾ കാണും. ഈ പിടിവാശി ഉണ്ടാകുമ്പം ആ കുടുംബത്തിൽ തന്നെ ആ പിടിവാശി കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. എന്ന് കരുതി അവരെ നമ്മൾ ഉപേക്ഷിക്കുകയോ അവർ മോശക്കാരാണെന്ന് ചിന്തിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ അവർക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ വഴിപാടുണ്ട്. പക്കനാളിൽ നിന്നും മലയാള മാസം ആദ്യ തിങ്കളാഴ്ചയും കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന, ഒരു കൂട് ഭസ്മം, ജലധാര അവർക്ക് വേണ്ടി ചെയ്യുക. അവരുടെ ആ പിടിവാശി മാറും. അവരുടെ ജീവിതം മാറും. അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകും. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരാളുടെ ഗ്രഹനില പരിശോധിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലഗ്നാധിപൻ 9 നിൽക്കുകയാണ്. അപ്പൊ ഈ ലഗ്നാധിപന് ആ വ്യക്തിയുമായിട്ട് വളരെ സ്വാധീനമുണ്ട് എന്നുള്ളത് ഞാൻ അനുഭവത്തിൽ നിന്ന്, പുസ്തകത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്ന്, പല അനുഭവത്തിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ട്. ലഗ്നാധിപൻ ആ വ്യക്തിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഈ വ്യക്തിക്ക് ഒരു പരിവർത്തനം വരുത്താൻ ലഗ്നാധിപന് പലപ്പോഴും പറ്റും. അപ്പൊ ഈ ലഗ്നാധിപൻ 9 പോയി നിൽക്കുന്നു. അത് ബുധന്റെ രാശിയാണ്. അപ്പൊ ഈ വ്യക്തിക്ക് ചെറിയൊരു യാത്ര നല്ലതാണ്. യാത്ര ചെയ്തൊരു കൃഷ്ണക്ഷേത്രത്തിൽ പോയി. അപ്പൊ ഞാൻ അമ്പലപ്പുഴ പോകാൻ നിർദ്ദേശിച്ചു. ഈ വ്യക്തി ചില വഴിപാട് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ എന്ത് വഴിപാട് ചെയ്യണം? അവിടെ ഉണ്ണിക്കണ്ണന് വെണ്ണ ഇഷ്ടമാണ്. അവിടെ അത് ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞു, ഫലമുണ്ടായില്ല. 4 എണ്ണം നേർന്നിട്ടും ഫലം ഉണ്ടായില്ല. അപ്പോഴേ ഈ വ്യക്തി ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എടുത്തു. സംഖ്യാജ്യോതിഷം കൊണ്ടൊരു കളിയുണ്ട്. അപ്പോഴേ ഈ വ്യക്തിയുടെ സംഖ്യാജ്യോതിഷം വെച്ച് ഒരു കണക്കിൽ ഞാൻ എത്തിയിട്ട് പറഞ്ഞു 10 വെണ്ണ നേരാൻ പറഞ്ഞു. ആ കാര്യം നടന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് നടന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോഴാണ്. അല്ലാതെ നമ്മളിപ്പം നമ്മൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് പ്രാക്ടിക്കലായിട്ട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ചെയ്യുമ്പോഴുമാണ് മാറ്റം ഉണ്ടാകുന്നത്. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, നമ്മൾ ജീവിച്ചിരിക്കുമ്പം ആ കാലഘട്ടത്തിനനുസൃതമായി ആവർത്തിക്കുന്ന അനുഭവങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ,
ഏത് കാര്യത്തിനും നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും. പക്ഷെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ മുരുകൻ്റെ അനുഗ്രഹമാണല്ല. മുരുകൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞു തരാൻ പറ്റും. ഇപ്പം ഞാനീ പറഞ്ഞു തരുന്ന എൻ്റെ അറിവല്ല, ഭഗവാന്റെ അറിവാണ്. ക്ലോക്കിൻ്റെ സ്ഥലത്ത് വെക്കേ. ഇനി നിങ്ങൾക്ക് വടക്ക് ദിക്കിലാണ് വെക്കുന്നത് നിങ്ങൾ വെച്ചോ. നിങ്ങൾ കിഴക്ക് ദിക്കിലേക്ക് വെക്കുന്ന ഇഷ്ടമെങ്കിൽ കിഴക്ക് ദിക്കിൽ വെച്ചോ. ആര് പറഞ്ഞു? പടിഞ്ഞാറാണ് പടിഞ്ഞാറ് വെച്ചോ. പക്ഷെ ഞാൻ എൻ്റെ അനുഭവവും അത് ചെയ്തവർക്കുണ്ടായ മാറ്റവും പറഞ്ഞു. അത് ആവശ്യമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. വടക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തി കിഴക്കോട്ട് നോക്കി വെക്കുക. അത് അനുഭവമാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ സ്വീകരിക്കാതിരിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.